നമസ്കാരം, ഏവർക്കും മാർട്ട് ഫ്രെയിം സാധിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് വീട്ടിൽ. കേരളം തിരയുകയാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് കേരളം ഇങ്ങനെ നിരന്തരമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും മനസാക്ഷിയും മനസ്സും ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ 3 ദിവസം ആ തിരുവനന്തപുരത്തെ അഴുക്ക് ജാലിൽ നമ്മൾ ജോയിയെ തെരഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതിനുശേഷം അതിന്റെ പിറ്റേന്ന് തന്നെ ഷിലൂരിൽ മണ്ണിടിഞ്ഞ് കാണാനായ നമ്മുടെ സഹോദരൻ അർജുനെ തെരഞ്ഞു. 11-12 നാളെ കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് തന്നെ വയനാട്ടിൽ അപകടം ഉണ്ടായി. നമ്മൾ തെരച്ചിലെല്ലാം വയനാട്ടിലോട്ടാക്കി. ഇതൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അതായത് നമ്മളൊക്കെ അവിടേക്ക് പോയില്ലെങ്കിലും ആ സാഹചര്യത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഓരോ മനുഷ്യനും സ്ക്രോൾ ചെയ്യുന്ന ന്യൂസ് അവരുടെ ഓരോരുത്തരുടെയും ന്യൂസാണ്. നമ്മുടെ ആരുമല്ല എങ്കിലും നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ടവരായിട്ട് തന്നെ നമ്മൾ കരുതി നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യ മനസാക്ഷി കേരളം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവർ. അതിന്റെ തുടർച്ച എന്നോളം ഞാൻ പറഞ്ഞോളട്ടെ, ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് തരുന്നതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കേരളം ഇത്ര ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്നു, അതായത് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു പ്രതിസന്ധി നിൽക്കുന്നു. ആ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിഷയത്തിലേക്ക് വരാം. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ളതിന്റെ കാരണങ്ങളും മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്നുള്ളതിന്റെ കാരണങ്ങളും. ഇത് ഞാൻ പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. അതിൽ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നിങ്ങൾ അതിന് താഴെ കമന്റായിട്ട് അതിന്റെ റീസൺ എഴുതുക. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പറയുന്നതിന്റെ റീസൺ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കമാണ്. കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 130 അടുക്കുന്ന വയസ്സുണ്ടാകും മുല്ലപ്പെരിയാർ നിർമ്മിച്ചിട്ട്. മുല്ലപ്പെരിയാർ നിർമ്മിച്ചിട്ട് അത്രയും വയസ്സായിട്ട് നിൽക്കുന്ന ഒരു ഡാം, അതായത് 50 വർഷം മാത്രം പഴക്കം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡാം ഇത്ര വർഷം നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാലപ്പഴക്കം എന്ന് തന്നെ നമ്മൾ പറയണം. കാലാന്തരത്തിൽ പഴകി വന്നൊരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അത് ഏകദേശം 130 വയസ്സിനോട് അടുത്ത് നിൽക്കുന്നു. അപ്പൊ അതിനെ കാലപ്പഴക്കം ഒന്നാമത്തെ ഒരു ഘടകമാണ് ആൾക്കാർ ഭയപ്പെടുന്നതിനകത്ത്. രണ്ടാമത്, അതിന്റെ മുമ്പിൽ പുല്ലുകൾ നീക്കം ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഈ വെള്ളം ഒലിച്ചു വരുന്നൊരു കാഴ്ചയാണ്. അതായത് ഡാമിന്റെ ഫ്രണ്ടിലെ ആ ഒരു സ്ലോപ്പിന്റെ അവിടുത്തെ ആ പുല്ലുകൾ നീക്കം ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഡാമിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും ആ ഒരു ഭീതി ഉണ്ടാകും. ഇതിപ്പോ പൊട്ടിപ്പോകുമോ, അല്ലെങ്കിൽ ഈ വെള്ളം ലീക്ക് വലുതാവുമോ, ചോർച്ച കൂടുമോ എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ പേടി ഉണ്ടാവുന്നത് കാരണം മനുഷ്യരിലേക്ക് ഈ പേടി പകരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് പൊട്ടും എന്നുള്ളൊരു വിചാരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പുല്ലുകളൊക്കെ മാറ്റിയപ്പം നമ്മൾ കണ്ടിട്ടുള്ള ആ വെള്ളമാണ്, അതായത് ലീക്കേജ് എന്ന് പറയും. ആ ലീക്കേജിന്റെ ആ വാട്ടറാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഘടകം. മൂന്നാമതായിട്ട് പറയുന്നത് ഒലിച്ചുപോയ സുർക്കിയുടെ അളവിനെ പറ്റിയാണ്. അതായത് ഈ ഡാം ഉണ്ടാക്കിയപ്പോൾ തൊട്ട്, അതായത് ഈ ഒരു 50 വർഷം പോട്ടെ, നമ്മൾ നീട്ടി ഒരു 75 വർഷം ഇട്ടാൽ പോലും ആ 75 വർഷം തൊട്ടെങ്കിലും ഇതിന് ചോർച്ച തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സുർക്കി ഇതിനകത്ത് ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ അതിന്റെ അളവ് ഭീകരമായിരിക്കും. അത് അളന്നും അത് പഠിച്ചും ഒക്കെ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സുർക്കി ഇപ്പോൾ ഒരുപാട് ഒഴുകി പോയിട്ടുണ്ടെന്നും അതിനുള്ളിൽ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ദ്വാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. കാരണം അത് ആ ഒരു പ്രശ്നം ബാധിക്കാൻ പോകുന്നത് എൻ്റെ കേരളത്തെയാണ്, ഫുൾ കേരളത്തെയാണ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയാണ് ബാധിക്കാൻ പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പേടിക്കുന്ന ഒരു ഘടകമാണ്. ഈ സുർക്കിയുടെ അളവ്, അതായത് ചോർന്നു പോകുന്ന സുർക്കിയുടെ അളവ് എത്രമാത്രമാണെന്നുള്ളത് നമ്മൾ ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇത് നിൽക്കുന്ന ഏരിയ, അതായത് ഈ നിൽക്കുന്ന ഏരിയ കേരളത്തിന്റെ ഏറ്റവും ടോപ്പിലൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പൊ ആ നിൽക്കുന്ന ഏരിയയിൽ ഇത്രയും പൊക്കത്തില്, അതായത് 850 മീറ്റർ പൊക്കത്തില് ഈ ഒരു ഡാം കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഈ ഡാം നിലംപതിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊരു പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തെ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടണം. എനിക്ക് തോന്നുന്നു സോൺ 1 തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു ഏരിയ ഉള്ളത്. അപ്പൊ ആ ഒരു സോണിൽ 7 മുകളിലേക്കുള്ള ഏത് ഭൂകമ്പവും വന്നാലും അതിന് പ്രശ്നം ഉണ്ടാവുന്നു, ഡാമിന് വിള്ളൽ വീണേക്കാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന മറ്റൊരു വാദം. നമ്മൾ അതും തീർച്ചയായിട്ടും ഭയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഈ മനുഷ്യരുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് മുളപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ
കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഭയങ്കര ഭീകരമായ ഒരു ഗണ്യമായ മാറ്റമുണ്ടാകും. അതായത് ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും മുണ്ടക്കയിലാണെങ്കിലും എവിടെ എല്ലായിടത്തും, അതായത് മുപ്പത്തുമലയാണെങ്കിലും മുൻപുണ്ടായതാണെങ്കിലും ഇപ്പോൾ ഉണ്ടായതാണെങ്കിലും പാലക്കാട്, തൃശ്ശൂർ എല്ലായിടത്തും ഒരു പ്രകൃതിക്ക് ഭയങ്കരമായ ചേഞ്ച് കാണുന്നുണ്ട്. അതായത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ തുടരെ വലിയ വെള്ളപ്പൊക്കങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് തുടങ്ങുകയാണ്. മനുഷ്യൻ ആ ഒരു വലിയ വെള്ളപ്പൊക്കങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുത്തതുപോലെ നമുക്ക് തോന്നുന്ന ഒരു പ്രളയം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. കാലാവസ്ഥ വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഭയങ്കരമായുള്ള മണ്ണിടിച്ചുകൾ, ഉരുൾപൊട്ടലുകളൊക്കെ വർഷാവർഷങ്ങളിൽ പാറ്റേൺ പോലെ തുടരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭീതിപ്പെടുന്ന സംഭവം തന്നെയാണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആഗോളതാപനമാണ്. അതായത് ആഗോളതാപനത്തെ കൂട്ടിക്കെട്ടുമ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ലോകമെമ്പാടും ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് എല്ലായിടത്തും ഇന്നിപ്പോൾ തന്നെ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ വയനാട്ടിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, ഭൂമിക്കിടയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു ഭൂഖണ്ഡത്തിന്റെ പകുതി മുറിഞ്ഞിട്ട് നമ്മുടെ കേരളക്കരയോട് അടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഇന്ത്യയോട് അടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഈ പ്ലേറ്റുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളതെന്നൊക്കെ അതും ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ആഗോളതാപനം എന്ന് പറഞ്ഞ സംഭവത്തിന് ശരിക്കും വലിയൊരു റോളുണ്ട്. കാരണം ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാരണങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഈ മുല്ലപ്പെരിയാറിന്റെ തകർച്ചയ്ക്ക് കാരണമായേക്കാമെന്ന് കുറേ ആൾക്കാർ അതിനകത്ത് വിശ്വസിക്കുന്നു, അതിനകത്ത് പേടിക്കുന്നുണ്ട്. ഇതിന്റെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ താഴെ നടക്കുന്ന അനധികൃതമായ പ്രവർത്തനങ്ങളാണ്. ഒരുപാട് JCBകളും ഇറ്റാച്ചുകളും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാന്തി അനധികൃതമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിക്ക് ബലം കൊടുക്കാതെയുള്ള കാര്യങ്ങൾ, അതായത് ഭൂമിയുടെ ബലം ആ മുകളിലെ ആ ഒരു മലയെ പിടിച്ചു നിർത്താനുള്ള ആ ബലം കൊടുക്കാതെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ അടിവശം മാന്തുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രയാസം ഉണ്ടായേക്കാം. കാരണം അതിന്റെ ബലത്തെയാണ് അത് ബാധിക്കുന്നത്. അനധികൃതമായിട്ട് നിർമ്മാണങ്ങളും അല്ലെങ്കിൽ പൈലിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ബലത്തെയാണ് ബാധിക്കുന്നത്. അത് ഇപ്പം ഇത്ര കിലോമീറ്റർ അകലെയാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു പ്രദേശത്തിന്, ആ ഒരു പ്രദേശത്തിന്റെ ഘടനയ്ക്ക്, അതിന്റെ താഴോട്ടുള്ള മണ്ണിന്റെ ഘടനയ്ക്കൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ആ ഒരു മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ഡാമിന് അത് വലിയ കേടാണ്. മുല്ലപ്പെരിയാർ എന്നല്ല, ഏതൊരു വലിയ നിർമ്മിതിക്കും അതൊരു വലിയ കേടായിട്ട് കണക്ക് കൂട്ടാം. കാരണം ഇത്രയും വലിയ വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു വലിയ ഡാം അവിടെ നിൽക്കുമ്പോൾ അതിന്റെ താഴെയുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾക്കെല്ലാം പ്രശ്നമാണ്. അത് ശരിക്കും പഠനങ്ങൾ നടത്താതെയും കാര്യങ്ങൾ നടത്താതെയും ഒക്കെ ചെയ്യുന്ന എല്ലാ പൈലിങ്ങുകളും മാന്തലുകളും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് അതും ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന് ഭയങ്കര ഒരു ഭീഷണിയാണ്. 8ാമതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ര റിപ്പോർട്ടുകളാണ്. അതായത് ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശരിക്കും ഈ ഡാമിന് ഒരു ബലക്ഷയമുണ്ടെന്നും ബലക്ഷയമുള്ള ഡാമുകളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഡാമാണിതെന്നും ഒക്കെയാണ് പത്ര റിപ്പോർട്ടുകൾ, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ നമ്മളെ ശരിക്കും ഭയത്തിലാഴ്ത്തുന്നുണ്ട്. അതും ഒരു കാരണമാണ് ആൾക്കാർക്ക് പേടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയൊരു ഭീതി ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അതിനെ മറുവശം കൂടെ നോക്കാം, മറ്റുള്ള സൈഡ് ആൾക്കാർ പറഞ്ഞു നോക്കാം. ഇതിപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ്, റോയ് സാറ് തുടങ്ങിയ ആൾക്കാരൊക്കെ വളരെ പഠനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ, ഈ പോയിന്റ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റ്സുകൾ വെച്ചാണ് ശരിക്കും നമ്മൾ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ മറു സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ അതിന്റെ മറു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തപ്പിയും പല ഇന്റർവ്യൂസും അതും ഇതൊക്കെ കണ്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ കുറിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് അതിന്റെ താഴെ തീർച്ചയായിട്ടും കമന്റുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടില്ല എന്ന് പറയാനുള്ള അതിന്റെ റീസൺ എന്താണ്, പൊട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹി IIT, റൂർക്കി IIT തുടങ്ങിയവരുടെ പഠനങ്ങളാണ്. അതായത് അവരുടെ സയന്റിസ്റ്റുകളും അവരുടെ ഒരു പാനലും ഒക്കെ വന്നിട്ട് നമ്മളെ മുല്ലപ്പെരിയാർ ഡാം വന്ന് പഠിക്കുകയും അതിനെപ്പറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുകയും അവരുടെ പരിശോധനകൾക്ക് ലാബിലായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് അവർ അതിന്റെ സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർക്ക് അത് പൊട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രകാരമാണ് വിധികൾ പലതും വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഡാം പൊട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അത് ഡാമിന് ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഡൽഹി IIT, റൂർക്കി IIT റിപ്പോർട്ടുകൾ പറയുന്നത്. പൊട്ടില്ല എന്ന് പറയാനുള്ള 2ാമത്തെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ തമിഴ്നാട് നടത്തിയ സ്ട്രെങ്തനിങ് വർക്കാണ്. തമിഴ്നാട് നടത്തിയ സ്ട്രെങ്തനിങ് വർക്ക് 2000-ന്റെ തുടക്കത്തിലൊക്കെ തമിഴ്നാട് നടത്തിയ സ്ട്രെങ്തനിങ് വർക്ക് ശരിക്കും വലിയ അതിൽ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ സ്റ്റൗട്ട് കാര്യങ്ങളൊക്കെ ഒഴിച്ച് അതിലേക്ക് കമ്പികൾ, ഇരുമ്പ് റോപ്പുകൾ ഒഴിച്ച്, ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് അതിലേക്ക് റോപ്പുകൾ ഒഴിച്ച് ആ റോപ്പുകൾ താഴെ പാറയിൽ മുട്ടുന്നത് വരെ അവർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എപ്പോഴും മുകൾ വശത്ത് കമ്പികൾ കാണാം. അപ്പോൾ ആ കനത്തിലുള്ള നമ്മുടെ ഈ ഒരു 2 വിരൽ ഒരുമിച്ച് വെച്ചാൽ അത്രയും കനം കാണാം. അതിനേക്കാൾ കനത്തിലുള്ള ആ ഒരു കമ്പികളാണ്
താഴേക്ക്, അതുപോലത്തെ ഒരുപാട് കമ്പികളാണ് താഴേക്ക് ഇവര് ഇത് വെച്ച് ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രിൽ ചെയ്ത് വെച്ച് താഴത്തെ പാറയിൽ അത് ഉറപ്പിച്ചിട്ടാണ് ഈ സ്ട്രെങ്തനിങ് വർക്ക് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി, അതായത് ഭൂഗുരുത്വാകർഷണം കൂട്ടാൻ വേണ്ടി, ഭൂഗുരുത്വബലം കൂട്ടാൻ വേണ്ടിയിട്ട് അവരതിന് മുകളിൽ സ്ട്രെങ്തനിങ് വർക്കിന് വേണ്ടിയിട്ട് ചെയ്ത ഭാഗമാണ് നമുക്കിപ്പോൾ കാണാവുന്ന. ഡാമിന് നേരെ പോയിട്ട് ഇങ്ങനെയുള്ള ആ ഒരു ചരിവ്, അതായത് ആ ഒരു ചരിവ് നമുക്ക് ഇപ്പം കാണാവുന്നതാണ്. ഇപ്പം അതിലാണ് വിടവ് കണ്ടു, ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നതും ശരിക്കും ആ ഒരു സ്ട്രെങ്തനിങ് വർക്കിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന ആ ഒരു വെയിറ്റ് കൊടുത്തേക്കുന്ന സംഭവത്തിലാണ്. പിന്നെ മൂന്നാമതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുർക്കിയുടെ ബലമാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ സുർക്കിയുടെ ബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജോയി എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നതിന് മുമ്പായിട്ട്, അതായത് ആ വ്യക്തിയുടെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇതുപോലെ എന്തോ ഒരു ആമേഴഞ്ചാം തോട്ടിൽ തന്നെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ കാലത്ത് എങ്ങാണ്ടുള്ള തോടാണെന്നോ, ആ തോട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ അത് പൊട്ടിച്ച്, ആ തോടിന്റെ ഏതോ ഭാഗത്ത് പൊട്ടിച്ച് അത് വെളിയിലിട്ടിട്ട് അത് പിക്കാസ് കൊണ്ട് വെട്ടിയിട്ട് പോലും അത് മുറിയുന്നില്ല എന്നുള്ള രീതിയിൽ, പിക്കാസ് കൊണ്ട് വെട്ടിയിട്ട് പോലും മുറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ എന്തോ ആരോ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ആമേഴഞ്ചാം തോട് എന്നുള്ള പേര് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനൊരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് ഏകദേശം നമ്മുടെ ആ ഒരു ജോയി എന്ന് പറയുന്ന സഹോദരന്റെ ആ ഒരു വിഷമിപ്പിക്കുന്ന വാർത്ത നമുക്ക് മുന്നിൽ വന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ടൊരു സംഭവം, സുർക്കി വെച്ചാണ് നിർമ്മിച്ചതെന്നും ആ സുർക്കി വെച്ച് നിർമ്മിച്ചതുകൊണ്ടാണത് ഒരു കാരണവശാലും അത് പൊട്ടിച്ചിട്ടും പൊട്ടുന്നില്ല എന്നുകൊണ്ട് ഏതോ തിരുവനന്തപുരത്തുള്ള ആളുകൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ സുർക്കിക്ക് എനിക്ക് തോന്നുന്നു വെള്ളത്തിനോട് കൂടുന്തോറും അതിന് ബലം കൂടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം തോന്നുന്നു. കാരണം അത് ആമേഴഞ്ചാൻ തോടെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ സുർക്കിക്ക് അത്രയും പവർ ഉണ്ട്, അല്ലെങ്കിൽ അത്രയും ബലമുണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടിന്, സുർക്കി ശർക്കരയൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന ആ കൂട്ടിന് അത്ര ബലമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരുപാട് ശ്രമഫലമായിട്ട് റസൽ ജോയ് സാറും ഒക്കെ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ ആ ജലനിരപ്പ് താഴ്ത്തി കിട്ടിയത് തന്നെ ഒരു വലിയ ഘടകമാണ്. ജലനിരപ്പ് താഴ്ത്തി കിട്ടുമ്പോൾ തന്നെ അതൊരു ഇത്ര ശതമാനം വരെ അതിനെ ഡീകമ്മീഷനിങ് എന്ന് പറയും. അതായത് ജലനിരപ്പ് താഴ്ത്തി അതിനെ സേഫായിട്ട് നിർത്തുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതൊരു ഡീകമ്മീഷനിങ് തന്നെയാണ്. പകുതി അല്ലെങ്കിൽ ഒരു പാർഷ്യലി ഒരു ഇച്ചിരിയെങ്കിലും ഒരു 10% ഡീകമ്മീഷനിങ് എന്ന് പറയും. അപ്പോൾ അത്രയും കൂടെ റിസ്ക് നമുക്ക് കുറഞ്ഞിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ടുകൂടെ അത് പൊട്ടില്ല പെട്ടെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതും ഒരു ഘടകമാണ്. ഈ താഴത്തെ ജലനിരപ്പ് അതിന്റെ ഒരു ഘടകമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണെന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മൾ തമാശയായിട്ട് പറയുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഫാക്റ്റാണ്. ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി ആയതുകൊണ്ട് മാത്രമാണ് അത് പോകാത്തതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, എങ്കിൽ പോലും ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാഗമ്പടത്തൊരു പാലത്തിൽ ബോംബ് വെച്ചിട്ട് പോലും പൊടിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അത് പൊട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് പൊട്ടിച്ചിട്ട് പോലും ആ പാലത്തിനൊരു കുലുക്കവും സംഭവിച്ചില്ല എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും അവരുടെ നിർമ്മിതികളിൽ അവരൊരു കുഴപ്പവും അല്ലെങ്കിൽ ഒരു കുറവും കൂടാതെ അതൊക്കെ ചെയ്തത് കൊണ്ടാവണം ഇന്നും ഇപ്പൊ അതൊരു പ്രശ്നങ്ങൾ കൂടാതെ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കാലം ഇത്രയും 129 വർഷത്തോളം ആയിട്ടും 50 വർഷം മാത്രം പ്രായം പറഞ്ഞ ഡാം ഇത്ര നാൾ നിൽക്കണമെങ്കിൽ അത് ആ ഒരു ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് മറ്റൊരു കാരണമായിട്ട് ഞാൻ പറയുന്നത്. ആറാമതായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു ഉറപ്പാണ്. സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും ഒന്നും അറിയാണ്ട് അവരെന്തായാലും പറയില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നുണ്ടാവും. തമിഴ്നാട് സർക്കാർ തീർച്ചയായിട്ടും പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ആ പഠനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് അവർ പറയുന്നതെന്നാണ് നമ്മുടെ ഒരു ധാരണ. എങ്കിൽ പോലും നമ്മുടെ ഭീതി ഉള്ളിലുള്ളതാണ്. പക്ഷെ എങ്കിലും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഒക്കെ അതിനെപ്പറ്റി പഠനങ്ങൾ നിരന്തരമായിട്ട് നടത്തുന്നുള്ളത് കൊണ്ടാവാം അതിനങ്ങനെ കുഴപ്പം വരുത്തില്ല, അതങ്ങനെ പൊട്ടില്ല എന്നവർ പറയുന്നതിന്റെ റീസൺ. ശരിക്കും ഈ ഡാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് തമിഴ്നാടിനാണ്. അപ്പൊ തമിഴ്നാട് ഒരു ഡാം ഇനിയിപ്പം പുനർനിർമ്മിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ സാധിക്കില്ല എന്ന് തമിഴ്നാടിന് നല്ലോണം അറിയാം. അപ്പൊ തമിഴ്നാട് അങ്ങനെ ഒരിക്കലും ഈ ഡാമിന് ഒരു കുഴപ്പം വരാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സമ്മതിക്കില്ല. കാരണം അവരുടെ ആ ഒരു മെയിൻ ജലസ്രോതസ്സാണ്. നമ്മുടെ വെള്ളം അവരെടുത്തിട്ട് ഒരുപാട് കരണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പോരാത്തതിന് കൃഷികൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യത്തിന് തന്നെയാണ്, എല്ലാം നന്നായി വരട്ടെ. എങ്കിൽ പോലും അവരൊരുപാട് നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ളം അവരെടുക്കുന്നതിനകത്ത് നമുക്ക് കേരളീയന് ഒരു പരാതിയുമില്ല, കേരളീയന് ഭയങ്കര സന്തോഷമാണ്. എങ്കിൽ പോലും അവർക്ക് ആ ഒരു ഡാം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡാം അവിടെ നിർമ്മിക്കാനോ ആ കരാറിനോ പിന്നെ ആ ഒരു വാല്യൂ കാണില്ല. അപ്പൊ അതുകൊണ്ട് അവര് ശരിക്കും അതിന് സേഫ്റ്റി അല്ലെങ്കിൽ അത് സേഫ് ആണെന്നുള്ള
കാര്യത്തിൽ നമ്മളെക്കാട്ടിലും ഉറപ്പാണെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും പൊട്ടത്തില്ല എന്നുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കൃത്യമായി നടത്തുന്ന പരിശോധനകൾ, ആ ഒരു ഇതൊക്കെ വന്നേ പിന്നീട് ഉന്നതാധികാര സമിതി കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടെന്നാണ് അറിയപ്പെട്ടത്. കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധനകൾ നടത്തുന്ന സമയത്ത് അതിനെപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ ഇവർക്ക് വ്യക്തമായിട്ട് പറയാനും അല്ലെങ്കിൽ വ്യക്തമായിട്ട് അതിനെപ്പറ്റി വിചിന്തനം ചെയ്യാനും ഒക്കെ സാധിക്കും. ഇപ്പോഴാണ് നിലനിൽക്കുന്നത് ശരിക്കും ഉന്നതാധികാര സമിതിയുടെ കീഴിലാണ്. അപ്പം അവർക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഒക്കെ പ്രതിനിധികളൊക്കെ കൂടുന്നതാണ് ഉന്നതാധികാര സമിതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവര് നിരന്തരമായിട്ട് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത കൃത്യമായിട്ടുള്ള നിരീക്ഷണം എന്നുള്ളതാണ് അതിനകത്തെ ഒരു കാര്യം. ആ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അപ്പൊ അതാണ് അടുത്തൊരു പോയിന്റായിട്ട് ഞാൻ പറയുന്നത്. പൊട്ടില്ല എന്ന് പറയുന്നതിന്റെ റീസണും പൊട്ടും എന്ന് പറയുന്നതിന്റെ റീസണും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ്. എങ്കിലും ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭയങ്കരമായ ഭൂചലനമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിന് കുഴപ്പം വരാം. രണ്ടാമത് പറയുന്നത് താഴെ അനധികൃതമായിട്ട് നിർമ്മാണങ്ങൾ മാന്തി അതിന്റെ ചുവട്ടിലെ മണ്ണ് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡാം നിലംപൊത്തുമെന്ന് എല്ലാവരും പറയുന്നു. അത് ഈ പൊട്ടില്ല എന്ന് പറയുന്നവരും പറയുന്നുണ്ട്, പൊട്ടും എന്ന് പറയുന്നവരും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദയവേത് നിയന്ത്രിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദയവേത് പോവാതിരിക്കുക. ബാക്കിയുള്ള കാര്യം നമുക്ക് ഈശ്വരയിൽ സമർപ്പിച്ച് ജീവിക്കാം. പിന്നെ എന്തെങ്കിലും അല്ലാതെ ഉണ്ടായാൽ നമുക്കറിയില്ല, അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ, നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയുടെ കയ്യിലാണ് അതിന്റെ കളികളൊക്കെ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ടാവുന്ന മുറയ്ക്കൊക്കെ നമുക്ക് രക്ഷപ്പെടാനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒക്കെ ആയിട്ട് ശ്രമിക്കാമെങ്കിലും എത്രയോ പേർക്ക് രക്ഷപ്പെടാൻ പറ്റും, എത്രയോ പേർക്ക് ഇതിലേക്ക് കീഴ്പ്പെടാൻ പറ്റുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഒന്നും നമുക്കറിയില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മുല്ലപ്പെരിയാറിന്റെ വീഡിയോകളും ഞാൻ മുകളിൽ ഐ ബട്ടണിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണണം, ആ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും കമന്റുകൾ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആകുലതകളും പ്രയാസങ്ങളും കമന്റ് ചെയ്യണം. മുമ്പ് ഞാൻ മുല്ലപ്പെരിയാറിനെ പറ്റി വീഡിയോ ചെയ്തിട്ട് താഴെ വന്ന കുറച്ച് കമന്റ്സുകളാണ്, മഴയാകുമ്പോൾ ഇറങ്ങിക്കോളും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോട്ടെ, നമ്മൾ അതിനെ അങ്ങനെ വിട്ടേരാം, അങ്ങനെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് പ്രതികരിക്കണം. എന്തെങ്കിലും നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അല്ല ഒന്നും പ്രതികരിക്കാതെ ഒന്നും മിണ്ടാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാനാണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മഴ വരുമ്പോൾ മാത്രമല്ല മുല്ലപ്പെരിയാർ എടുത്തിട്ട് ഇറങ്ങുന്നത്, നമ്മൾ അപ്പോഴും എപ്പോഴും എന്നും. കാരണം ഇതെപ്പോ അപകടം സംഭവിച്ചാലും അതിലൊരുപാട് ജീവനുകൾ പൊലിയും. അതുകൊണ്ട് മഴ വരുമ്പോൾ മാത്രമല്ല, മഴ വരുമ്പോൾ ഭീതി കൂടുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം. കാരണം നമ്മുടെ സ്വത്തും നമ്മുടെ ജീവനും സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയായിട്ട് മാറുന്നൊരവസ്ഥയിൽ നമുക്കിതല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് യുവാക്കൾ ഇതിനായിട്ട് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. 25 ലക്ഷത്തോളം പേരുടെ ഒപ്പുകൾ ഓൺലൈനായിട്ട് സ്വീകരിച്ചിട്ട് അത് പ്രധാനമന്ത്രിയുടെ മുമ്പാകെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഉദ്യമങ്ങളിലൊക്കെ പങ്കാളികളാണ്. നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഉദ്യമങ്ങളിൽ പങ്കാളികളായിട്ട് നിങ്ങൾ കേരളത്തെ രക്ഷിക്കാൻ, അതായത് നമ്മുടെ ജനതയെ സംരക്ഷിക്കാൻ, നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പത്തെ വീഡിയോകൾ കാണണം, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളും ഒക്കെ അതിനകത്ത് കമന്റ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.